കരൂർ ദുരന്തത്തിൽ ടിവിക്ക് അധ്യക്ഷനും നടനുമായ വിജയിയെ 19-നാണ് CBI ഇനി വീണ്ടും ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ദിവസം ഹാജരാകാൻ വിജയ് അസൗകര്യം അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഈ ചോദ്യം ചെയ്യൽ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയത്. ഇതിനിടയിൽ ജനനായകൻ സെൻസർ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിർമ്മാതാക്കളുടെ ഹർജി നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തും. സംഭവങ്ങൾ വിശദമായി അറിയാം. കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് കരൂരിൽ TVKയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. കരൂരിലെ ആൾക്കൂട്ട ദുരന്തം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. വിജയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉൾപ്പെടെ കേസ് നിർണായകമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അന്ന് വിധി എഴുതി. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സംഘാടകർക്ക് വീഴ്ച പറ്റിയെന്നും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്നുമായിരുന്നു പ്രധാന ആരോപണം. TVKയുടെ ഉൾപ്പെടെ ആവശ്യം പരിഗണിച്ചുള്ള കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസ് CBI ഏറ്റെടുത്തത്. TVK പാർട്ടി നേതാക്കളായ N. ആനന്ദ്, ആദവ് അർജുന, നിർമ്മൽ കുമാർ എന്നിവരെ 2 തവണ CBI ചോദ്യം ചെയ്തു. കരൂർ ദുരന്ത സമയത്ത് വിജയ് ഉപയോഗിച്ചിരുന്ന പ്രചാരണ വാഹനവും കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു. ഒടുവിൽ വിജയിലേക്കും ചോദ്യശരമെത്തി. തിങ്കളാഴ്ച വിജയെ CBI ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ 6 മണിക്കൂർ നീണ്ടു. എന്തുകൊണ്ടാണ് 7 മണിക്കൂറോളം വൈകി കരൂരിൽ റാലിക്കെത്തിയത്? അപകടമുണ്ടായിട്ടും എന്തുകൊണ്ട് കാരവനിൽ ആൾക്കൂട്ടത്തിനിടയിൽ തുടർന്നു? കുടിവെള്ള പ്രശ്നമടക്കം എന്തുകൊണ്ട് പരിഹരിച്ചില്ല? അപകടമുണ്ടായ സ്ഥലത്തേക്ക് വൈദ്യസഹായം എത്തുന്നതിൽ കാലതാമസമുണ്ടായി. ഇക്കാര്യത്തിൽ വിജയ് എന്തിടപെടലാണ് നടത്തിയത് എന്നിങ്ങനെ പ്രധാനപ്പെട്ട 35 ചോദ്യങ്ങൾ വിജയോട് CBI കാരണമന്വേഷിച്ചു. തൊട്ടടുത്ത ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരുന്നു. എന്നാൽ പൊങ്കൽ കഴിഞ്ഞ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയൂ എന്ന് വിജയുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് CBI പുതിയ തീയതി നിശ്ചയിച്ച് നോട്ടീസ് അയച്ചത്. അതേസമയം വിജയുടെ അവസാന ചിത്രമായ ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റിനെ ചൊല്ലി നിർമ്മാതാക്കളും സെൻസർ ബോർഡും തമ്മിലുള്ള പോരും കനക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേക്കെതിരെയാണ് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് സെൻസർ ബോർഡിന്റെ നിർബന്ധ ബുദ്ധിയിൽ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. പൊങ്കലവധിക്കാലത്ത് തന്നെ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായാണ് ഹർജി സുപ്രീം കോടതി വരെ എത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതി ഹർജി പരിഗണിച്ചില്ല. ഇതിനിടെ തടസ്സ ഹർജിയുമായി സെൻസർ ബോർഡ് വീണ്ടും രംഗത്തെത്തി. നിർമ്മാതാക്കളുടെ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഉത്തരവിന് മുൻപ് കോടതി വാദം കേൾക്കണമെന്നാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം. എന്തായാലും പൊങ്കലവധി അവസാനിക്കും മുൻപ് നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീക്കി എത്രയും വേഗം സിനിമ റിലീസിനെത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.